ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ള കായത്തോരനാണ്. കായത്തോരനൊക്കെ ഉണ്ടാക്കാൻ റോക്കറ്റ് സയൻസ് അല്ല, എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. പലരും പല രീതിയിലാണ് കായത്തോരൻ ഉണ്ടാക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തോരനുകളിൽ ഒന്നാണ് കായത്തോരൻ. അത് ചെറിയ കായല്ലേ, നമ്മളുടെ ചെറിയ പളവോടനോ ഞാലിപ്പൂവനോ ഒക്കെ ചെറിയ കായ കൊണ്ട് ഉണ്ടാക്കുന്ന തോരനാണ് കൂടുതൽ ടേസ്റ്റ്. എനിക്കിഷ്ടം, എല്ലാവരും അഭിപ്രായം. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് തരാനും മറക്കരുത്. വളരെ ഈസി പീസി ആയിട്ടുള്ള കായത്തോരൻ ഇഷ്ടമില്ലാത്ത ആരുമില്ല. ഒരുപാട് ടേസ്റ്റിയും ഡിലീഷ്യസുമായിട്ടുള്ള കായത്തോരൻ ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ സ്പെഷ്യലി അവർക്ക് വേണ്ടി, കുക്കിംഗൊക്കെ ലേൺ ചെയ്യുന്നവരുണ്ടെങ്കിൽ സ്പെഷ്യലി അവർക്ക് വേണ്ടിയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കോ കമൻറ്റോ തരാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മളുടെ എല്ലാ വീടുകളിൽ വാഴയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത്, മഴയുടെ സമയത്തൊക്കെ വാഴ ഒരുപാട് പിഴുത് വീഴുകയാണ്. കൊലയെല്ലാം ഒരുപാട് പിഴുത് വീഴാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൊലകളൊക്കെ വീട്ടിൽ, വാഴയും കൊലകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് സുലഭമായിട്ട് എന്നും ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് നമ്മളുടെ കായത്തോരന്. അപ്പോൾ ചെറിയ കായ കൊണ്ടുള്ള തോരന് ഒരുപാട് ടേസ്റ്റിയും ഡിലീഷ്യസുമാണ്. അതുപോലെ പ്ലാന്റെയിൻസ് എല്ലാം തന്നെ ഹെൽത്തിയാണ്. ഏത് വാഴക്കായാണെങ്കിലും നമ്മൾ തോരൻ വെക്കാനാണെങ്കിലും കറിക്കാണെങ്കിലും ഒരുപാട് ഹെൽത്തിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തോരനുകളിൽ ഒന്നാണ് നമ്മളുടെ ഈ ചെറിയ കായും കൊണ്ടുള്ള, പച്ചക്കായും കൊണ്ടുള്ള തോരന്. ഇതിൻ്റെ തൊലി ചെത്താതെയും നമുക്ക് തോരൻ ഉണ്ടാക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്ന് ഇരിച്ചു കളയാം. എന്നിട്ട് നമുക്കിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലോട്ട് തന്നെ ഇടണം, അല്ലെങ്കിൽ ഇത് കളറ് മാറി പോകും. ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇടുക. ഇതിലും ചെറുതായിട്ട് വേണമെങ്കിൽ ഇടാം. അപ്പോൾ അങ്ങ് പെട്ടെന്ന് കുഴഞ്ഞു പോകും. ഞാൻ അതുകൊണ്ട് അത്രയും അങ്ങ് ചെറുതാക്കാറില്ല. നമുക്കിത് ചെത്താതെ വേണേലും അങ്ങ് ഇടാം. ഓക്കെ. അപ്പോൾ ഞാനിതിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം നല്ലതുപോലെ കഴുകി അതിന് കറ കാണുമല്ലോ, ആ കറയെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്, നമുക്ക് കുറച്ച് തേങ്ങ വേണം. ഇതിൻ്റെ കൂടെ ചതയ്ക്കാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഒരു 10-12 കാന്താരി എടുക്കാൻ കാര്യം ഇതാണ്. ഇതിൻ്റെ ടേസ്റ്റും സാധാരണ നമ്മൾ കായത്തോരൻ ഉണ്ടാക്കുമ്പോൾ മഞ്ഞളും ചുമന്ന മുളക് പൊടിയുമാണ് ചേർക്കാറ്. ഞാൻ എപ്പോഴും കായത്തോരൻ വെക്കുമ്പോൾ ചുമന്ന മുളകിന് പകരം ഞാൻ കുറച്ച് കാന്താരിയാണ് എരിവിന് വേണ്ടി ചേർക്കാറ്. ഈ കാന്താരി ചേർക്കുമ്പോൾ ഈ കായത്തോരന് ഭയങ്കര ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കാന്താരിയോ പച്ചമുളകോ എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുമന്ന മുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 10-15 കാന്താരി എടുത്തിട്ടുണ്ട്. ഒരുപാട് എരിവ് കഴിക്കുന്നതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കാന്താരി എടുക്കാം കേട്ടോ. വീട്ടിൽ ഇഷ്ടം പോലെ കാന്താരി ഉണ്ട് എൻ്റെ അടുത്ത്. ഞാൻ അതുകൊണ്ടാണ് എടുത്തത്. ഇതേ ഒരു ബോൾ നിറച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു 2-3 ചെറിയ അല്ലി വെളുത്തുള്ളി, ഒരു 2-3 ചെറിയ അല്ലി ചുമന്നുള്ളി, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു അല്പം ഫ്രഷ് കരിവേപ്പില. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മളെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. തേങ്ങയുടെ കൂടെ നമുക്ക് ഈ തേങ്ങയിൽ ഒരല്പം മഞ്ഞൾ പൊടിയും ഇവിടെ ചേർക്കണം. ഒരല്പം മഞ്ഞൾ പൊടി ചേർത്തിട്ടാണ് നമ്മൾ ഇതൊന്ന് ചതച്ചെടുക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായി കിടക്കുകയാണ്. അതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൽ കൂടുതൽ വേണ്ട. ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ സ്വല്പം കടുകിട്ട് കൊടുക്കാം. നമുക്ക് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 2 വറ്റൽമുളകൊന്ന് ഇട്ട് കൊടുക്കുക. കരിഞ്ഞു പോകരുത്. ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. ഒരല്പം കരിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ചതച്ച് വെച്ച തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ചുമന്ന കളർ വേണം എന്നുണ്ടെങ്കിൽ ഒരല്പം, ഒരു ലിറ്റിൽ ബിറ്റ് ചുമന്ന മുളക് പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഈ കാന്താരി ചതച്ചിട്ട കായത്തോരന് ഭയങ്കര ടേസ്റ്റാണ്. പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അരപ്പിൻ്റെ, തേങ്ങയുടെ. ഇതിലോട്ട് നമുക്ക് ഈ നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന കായ അങ്ങ് ഇട്ട് കൊടുക്കാം.
കായയ്ക്ക് അധികം വേവില്ല, ചെറിയ കായയ്ക്ക്. ഏത്തക്കായ ആണെങ്കിൽ, നേന്ത്രക്കായ ആണെങ്കിൽ നല്ല വേവായിരിക്കും. ചെറിയ കായയ്ക്ക് അതിൽ ഒരുപാട് വേവില്ല, അപ്പം കുറേ നേരം വേവിക്കണ്ട. അപ്പം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്ക് ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഒരല്പം ഉപ്പ് കൂടിയൊന്ന് ഇട്ട് കൊടുക്കുക. ഇനിയൊന്ന് മിക്സ് ചെയ്യുക. ഈ തേങ്ങയും അരപ്പുമൊക്കെ കൂടിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ കായ ഒട്ടാതെ ഒക്കെ ഒന്നിലൊന്നേ തൊടാതെ നമുക്ക് തോരനാക്കി വെന്ത് വേവിച്ചെടുക്കാം. അതേസമയം നമ്മൾ കായ ചിലപ്പോൾ ആദ്യം വേവിച്ചിട്ട് പിന്നെ തേങ്ങ ഇട്ട് വാങ്ങാനിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കായ അങ്ങ് കൂടുതൽ വെന്ത് പോകാൻ സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിൽ, വളരെ ലോ ഫ്ലെയിമിൽ, വെള്ളമൊന്നും തളിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് വെള്ളമൊന്നും തളിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഒരല്പം വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കായ്ക്ക് വേവില്ല. അതുകൊണ്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒരു ലിറ്റിൽ ബിറ്റ് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു 5 to 6 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വളരെ ലോ ഫ്ലെയിമിൽ. ഒരു 6 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാവ്, ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്, മോയ്സ്ചർ ഉണ്ട്. ഇപ്പോഴും നോൺ സ്റ്റിക്ക് കുക്ക് വെയർ ആയതുകൊണ്ടാണ് ഈ മോയ്സ്ചർ ഇപ്പോഴും ഉള്ളത് കേട്ടോ. എല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. വെള്ളമില്ല, നമ്മൾ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തതേ ഉള്ളൂ, 2-3 സ്പൂൺ വെള്ളം. നിങ്ങൾ മറ്റ് പിന്നെ പാത്രങ്ങളിൽ ചീനിച്ചട്ടിയിലൊക്കെ വെച്ചാൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം ചെറിയ കായല്ലേ, അത് ഒട്ടും. അപ്പം ഇതിപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഓവറായിട്ട് അളിച്ചു കളയുകയോ കുക്കാക്കുകയോ ചെയ്യരുത്. ഒത്തിരി ഗ്യാസ് ഓഫ് ചെയ്തു. കറിവേപ്പില ഒന്ന് തൂങ്ങിക്കൊടുത്തേക്കാം, സാധാരണ എപ്പോഴും ചെയ്യുന്നത് പോലെ. കാരണം ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. ഇതൊന്ന് നമുക്ക് 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റിയും ഡിലീഷ്യസും ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ ടിപ്പിക്കൽ കേരള സ്റ്റൈൽ കായത്തോരൻ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു. അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.